ഷോപ്പുകളിൽ നിന്നും അല്ലാതെ പലയിടങ്ങളിൽ നിന്ന് മദ്യം വാങ്ങുന്നവരുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാമെങ്കിലും സ്വന്തം ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് പലരും എവിടെ നിന്നെങ്കിലും ലഭിക്കുന്ന മദ്യം പോലും വാങ്ങി ഉപയോഗിക്കുന്നത്. വാങ്ങുന്ന മദ്യം വിശ്വസനീയമാണോ എന്നറിയാനുള്ള ചില മാർഗങ്ങളുണ്ട്. ലേബലുകൾ സൂക്ഷ്മമായി പരിശോധിക്കുക. ഒറ്റനോട്ടത്തിൽ മദ്യക്കുപ്പിയിൽ പതിപ്പിച്ചിരിക്കുന്ന ലേബൽ ഒറിജിനൽ ആണെന്ന് തോന്നുമെങ്കിലും അവ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വ്യാജമാണോ എന്ന് മനസ്സിലാക്കാം. വ്യാജമദ്യത്തിൽ ബാച്ച് നമ്പർ, നിർമ്മാണ തീയതികൾ, കാലാവധി അവസാനിക്കുന്ന തീയതി, ഡിസ്റ്റിലറി വിശദാംശങ്ങൾ എന്നിവ ഉണ്ടാകാറില്ല. ലേബലുകളിലെ അക്ഷരത്തെറ്റുകൾ, അക്ഷരങ്ങളിലെ പൊരുത്തമില്ലാത്ത ഫോണ്ടുകൾ, മങ്ങിയ നിറത്തിലുള്ള അച്ചടികൾ, മോശമായുള്ള അച്ചടി, മഷി പുരണ്ട ലേബലുകൾ ഇവയൊക്കെ വ്യാജമാണെന്നതിന് തെളിവാണ്. ലോഗോയിലെ കൃത്യതയില്ലായ്മകളും പ്രിന്റിങ്ങും. അറിയപ്പെടുന്ന മദ്യ ബ്രാൻഡുകളിലെ ലോഗോയിലെ ചെറിയ വ്യത്യാസം പോലും അത് വ്യാജമാണെന്നത് തെളിയിക്കുന്നവയാണ്. മാത്രമല്ല, അവയിൽ പതിപ്പിച്ചിട്ടുള്ള ലേബലുകൾ യഥാർത്ഥമാണെങ്കിൽ അവ ഉയർന്ന നിലവാരത്തിൽ പ്രിന്റ് ചെയ്തവയായിരിക്കും. സീലും അടപ്പും പരിശോധിക്കാം. ഒരു യഥാർത്ഥ മദ്യക്കുപ്പിയിൽ എല്ലായ്പ്പോഴും കേടുപാടുകളില്ലാത്ത സീൽ ഉണ്ടാകും. സീൽ പൊട്ടിയതാണോ, വീണ്ടും ഒട്ടിച്ചിരിക്കുന്നതായി തോന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ലൈറ്റ് ടെസ്റ്റ്. മദ്യത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റാണ് ഇത്. മദ്യക്കുപ്പി നല്ല വെളിച്ചത്തിൽ പിടിക്കുക. മദ്യം കാണുമ്പോൾ തന്നെ അതിൽ മറ്റെന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മദ്യത്തിൽ പൊങ്ങിക്കിടക്കുന്ന അവശിഷ്ടങ്ങളോ കണികകളോ കുപ്പിയിൽ പാടുകളോ പ്രത്യേക നിറങ്ങളോ കണ്ടാൽ അത് വ്യാജമാകാൻ സാധ്യതയുണ്ട്. എക്സൈസ് MRP ലേബലുകൾ പരിശോധിക്കാം. പല പ്രദേശങ്ങളിലും നിയമപരമായി വിൽക്കുന്ന ഓരോ മദ്യക്കുപ്പികളിലും ഒരു സവിശേഷ സീരിയൽ നമ്പറും അച്ചടിച്ച MRPയുമുള്ള ഒരു റേറ്റ് എക്സൈസ് സ്റ്റിക്കർ ഉണ്ട്. മദ്യത്തിന്റെ സർക്കാർ സുരക്ഷാ മാർക്കറുകളാണിവ. ഉൽപ്പന്നത്തിന്റെ അച്ചടിച്ച MRP സ്റ്റിക്കർ പരിശോധിക്കുന്നത് ഫലപ്രദമാണ്. ബാർകോഡുകളും QR കോഡുകളും. ഇപ്പോൾ എല്ലാ മദ്യക്കുപ്പികളിലും QR കോഡുകളോ ബാർകോഡുകളോ ഉപയോഗിക്കാറുണ്ട്. അത് ആധികാരികത പരിശോധിക്കാൻ സഹായകമാണ്. കുപ്പിയിലെ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലേക്ക് എത്തപ്പെടുകയാണെങ്കിൽ അത് യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കാം.